പ്രോബ്ലം നോക്കാം. ഫൈൻഡ് ദ ഡ്രൈവിംഗ് പോയിന്റ് ഇംപിഡൻസ് ഫോർ ദ നെറ്റ്വർക്ക് ഷോൺ ഇൻ ഫിഗർ. നമുക്കൊരു നെറ്റ്വർക്ക് തന്നിട്ടുണ്ട്. ഇപ്പോൾ തന്നിരിക്കുന്നത് ടൈം ഡൊമൈനിലാണ്, കാരണം യൂണിറ്റ്സ് തന്നിട്ടുണ്ട് അല്ലേ, ഹെൻറി, ഫാരഡ്, ഓം എന്നൊക്കെ. അപ്പോൾ യൂണിറ്റ്സ് ഒക്കെ അങ്ങനെ തന്നിട്ടുണ്ടെങ്കിൽ അത് ടൈം ഡൊമൈനിലാവും. അപ്പോൾ നമുക്ക് ആദ്യം തന്നെ എന്ത് ചെയ്യണം, ഇതിനെ ട്രാൻസ്ഫോംഡ് സർക്യൂട്ടായിട്ട് മാറ്റണം. അപ്പോൾ നമുക്കിതിൻ്റെ ട്രാൻസ്ഫോംഡ് സർക്യൂട്ട് വരയ്ക്കാം. അപ്പോൾ ഞാൻ ക്വസ്റ്റ്യനിൽ തന്നെ മാറ്റാണ്. ട്രാൻസ്ഫോംഡ് സർക്യൂട്ട് ആകുമ്പോൾ അപ്പോൾ ആദ്യം തന്നെ കൺവേർട്ട് ടു ട്രാൻസ്ഫോംഡ് സർക്യൂട്ട് ആക്കുക. ട്രാൻസ്ഫോംഡ് സർക്യൂട്ട് ആകുമ്പോൾ റെസിസ്റ്റർ എന്താവും, ആസ് എച്ച് റെസിസ്റ്റർ ആവും. കപ്പാസിറ്റർ 1/CS എന്നാവും അല്ലേ. അപ്പോൾ 1/1 ഫാരഡ് എന്ന് പറയുമ്പോൾ അത് 1/1S എന്നാവും. പിന്നെ L എന്താവും, LS എന്നായിരിക്കും. അപ്പോൾ അത് 1S അഥവാ S എന്നായിരിക്കും. ഇവിടെ റെസിസ്റ്റർ ഓം തന്നെയായിരിക്കും. സോ ഇങ്ങനെ നമ്മൾ ട്രാൻസ്ഫോംഡ് സർക്യൂട്ട് വരച്ചു. ഇനി നമുക്ക് കണ്ടുപിടിക്കേണ്ടത് Z(S) ആണ്. Z(S) കാണണമെന്നുണ്ടെങ്കിൽ ആദ്യം നോക്കാം. നമുക്ക് എപ്പോഴും ക്ലോസ്ഡ് എൻഡിൽ നിന്നാണ് നമ്മൾ ഇമ്പിഡൻസ് ആയാലും ഈക്വലൻ്റ് റെസിസ്റ്റൻസ് ആയാലും ഒക്കെ കണ്ടുപിടിക്കുക. അപ്പോൾ ഫൈൻഡ് ഔട്ട് ചെയ്യാൻ പറഞ്ഞു കഴിഞ്ഞാൽ എപ്പോഴും ക്ലോസ്ഡ് എൻഡിൽ നിന്ന് നോക്കുക. ഇവിടെയാണ് നമ്മുടെ ഓപ്പൺ സർക്യൂട്ടായിട്ട് കാണിച്ചിരിക്കുന്നത്. അപ്പോൾ ക്ലോസ്ഡ് എൻഡിൽ നിന്ന് നോക്കുമ്പോൾ 2 ഓമും 1 ഫാരഡ് ഉണ്ടായിരുന്ന കപ്പാസിറ്റർ, അതായത് 1/S പാരലലാണ്. സോ നമ്മുടെ ഈക്വലൻ്റ് ഇമ്പിഡൻസ് എന്ത് വരും, 2 പാരലൽ 1/S. ഇത് ഫുള്ളായിട്ടില്ല, നമ്മൾ ആദ്യത്തെ രണ്ടെണ്ണം എടുക്കുന്നത്. സോ R1 പാരലൽ R2 ആകുമ്പോൾ R1 × R2 ഡിവൈഡഡ് ബൈ R1 + R2, അതായത് 2/S ഡിവൈഡഡ് ബൈ 2S + 1 LCM എടുക്കുക ഡിനോമിനേറ്ററിൽ, ബൈ ഒരു S ഉണ്ട്, അതെന്ത് വരും, ന്യൂമറേറ്ററിൽ വരും. അതായത് എസും ക്യാൻസലാവും, 2 ഡിവൈഡഡ് ബൈ 2S + 1 എന്ന് കിട്ടും. ഇനി Z(S) ഈക്വൽ ടു, ഇപ്പോൾ നമ്മൾ ഇത് രണ്ടും ചെയ്തു. ഇനി 2/2S + 1 പാരലലായിട്ടാണ് കിടക്കുക അല്ല. ഇത് രണ്ടും ചെയ്യുമ്പോൾ അതൊരൊറ്റ സിംഗിൾ വാല്യൂ ആയി മാറിയതാണ് 2/2S + 1. അതിനോട് പാരലലാണ് ആര്, ഈ എസും 2ഉം. സോ ഈ എസും 2ഉം സീരീസ് ആയതുകൊണ്ട് നമുക്ക് S + 2 അല്ലെങ്കിൽ 2 + S എന്നൊക്കെ പറയാം. ഈ S + 2ന് പാരലലാണ് ഇപ്പോൾ നമുക്ക് കിട്ടിയ 2/2S + 1. സോ 2/2S + 1 പാരലൽ S + 2. എഗെയിൻ R1 പാരലൽ R2 എന്നുള്ള ഇക്വേഷൻ എടുക്കുക. 2/2S + 1 × 2 × S + 2 all divided by 2/2S + 1 plus S + 2. LCMs ഒക്കെ കറക്റ്റായിട്ട് എടുക്കുക. അപ്പോൾ 2 × S + 2 divided by 2S + 1 all divided by 2 plus 2S + 1 × S + 2 എന്ന് വരും അല്ലേ, ക്രോസ് മൾട്ടിപ്ലൈ ചെയ്യാം. സോ 2S² പ്ലസ് ആദ്യം 2Sനെ S + 2 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യാം. അപ്പോൾ 2S² + 4S പ്ലസ് പിന്നെ 1 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ S + 2 ഓൾ ഡിവൈഡഡ് ബൈ ഒരു 2S + 1 ഉണ്ട്, അത് ന്യൂമറേറ്ററിലേക്ക് വരും. സോ ഈ 2S + 1ഉം 2S + 1ഉം കട്ടാവും. ബാക്കി റിമൈനിങ് എന്ന് പറയുന്നത് 2 × S + 2 ഓൾ ഡിവൈഡഡ് ബൈ S² ടേം നമുക്ക് ആദ്യം എഴുതാം. 2S² + 2S² പ്ലസ് 5S അല്ലേ, കോഎഫിഷ്യൻസ് ഓഫ് S ഒക്കെ ആഡ് ചെയ്യുക. അപ്പോൾ 4 + 1 5S ആയി, പ്ലസ് 2 + 2 4 ആയി. അപ്പോൾ 2 × S + 2 ഡിവൈഡഡ് ബൈ 2S² പ്ലസ് 5S പ്ലസ് 4. ഇതാണ് നമ്മുടെ Z(S). ഇതാണ് നമ്മുടെ ക്വസ്റ്റ്യൻ. ഡ്രൈവിംഗ് പോയിന്റ് ഇമ്പിഡൻസ് Z(S) എങ്ങനെയാണ് കണ്ടുപിടിക്കാന്നുള്ളത്. അപ്പോൾ സിമ്പിൾ പ്രോബ്ലം ആണ്. സോ ആദ്യം തന്നെ നമുക്ക് തന്നിട്ടുള്ളത് നോക്കുക, യൂണിറ്റ്സ് ഒക്കെ തന്നിട്ടുണ്ടെന്നുണ്ടെങ്കിൽ അല്ലെങ്കിൽ ഹെൻറി, ഫാരഡ് അങ്ങനെ ഒരു ഫോർമുല തന്നിരിക്കുന്നത് വെച്ചാൽ ആദ്യം തന്നെ അതിനെ S ഡൊമൈനിലേക്ക് കൺവേർട്ട് ചെയ്യണം, എന്നിട്ട് വേണം കണ്ടിന്യൂ ചെയ്യാൻ. അതല്ല ചിലപ്പോൾ ചില പ്രോബ്ലത്തിൽ നേരെ മറിച്ച് നമുക്ക് ഇങ്ങനെ S ഡൊമൈനിൽ ആദ്യമേ തന്നിട്ടുണ്ടാവും. സോ അത് ഡയറക്റ്റ്ലി നമുക്ക് എടുക്കാൻ പറ്റും. S ഡൊമൈനിലല്ല തന്നിരിക്കുന്നതെന്നുണ്ടെങ്കിൽ S ഡൊമൈനിലേക്ക് കൺവേർട്ട് ചെയ്തതിന് ശേഷം വേണം പ്രൊസീഡ് ചെയ്യാനായിട്ട്. ഇതാണ് നമ്മുടെ ഫസ്റ്റ് പ്രോബ്ലം. ഇനി നമുക്ക് നെക്സ്റ്റ് പ്രോബ്ലം നോക്കാം. ഇത് സിമ്പിൾ പ്രോബ്ലം ആയിരുന്നു. ഇനി നമുക്ക് ഇതിൻ്റെ വേറൊരു മോഡൽ പ്രോബ്ലം നോക്കാം.